Hi, I am thesnimazeez. ഇന്നത്തെ റെസിപ്പി ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു വേറെ രൂപം എന്ന് പറയാം. സാധാരണ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ എണ്ണയിലിട്ടിട്ട് ആദ്യം ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നു, എന്നിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നു, അങ്ങനെയല്ലേ ചെയ്യാറ്. ഇത് അങ്ങനെയല്ല, ഇത് പൊട്ടാറ്റോ വേവിച്ച് ഉടച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാകും, ഉള്ളിലൊക്കെ നോക്കുമ്പോൾ നല്ല ഹോളായിട്ടുണ്ടാകും. അപ്പോൾ പക്ഷേ ഇത് ഒരുപാട് നേരം ഇരിക്കില്ല, ഇതാക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം ഫ്രിഡ്ജിൽ, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇത് അധികം തിക്കായിട്ടോ അല്ലെങ്കിൽ അധികം തിന്നായിട്ടോ പരത്തരുത്. നോക്കാം എങ്ങനെയാണ് ചെയ്യണം. ഒരു പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തതാണ്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കുക്കറിൽ പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. നല്ല ചൂടുണ്ട്, ചൂടുള്ളപ്പോൾ തന്നെ അങ്ങ് ഉടച്ച് വെച്ചേക്കാം. നല്ല സ്മൂത്തായിരിക്കണം, കട്ട ഉണ്ടാവാതെ ഉടയ്ക്കണം. കട്ട ഉണ്ടോയെന്ന് തൊട്ട് നോക്കണേ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ചൂടാറി ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ഡ്രോപ്പ് വാനില എസൻസ്. ഉപ്പ് വേവിച്ചപ്പോൾ ചേർത്തതാണ്, നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരു പിഞ്ച് ചേർക്കണം. നന്നായിട്ട് കുഴയ്ക്കുക. മൈദ തൂവ. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന മാവ് പരത്തുന്ന അത്ര ഈസിയാണെന്ന് വിചാരിക്കരുത്. പൊട്ടാറ്റോ അല്ലേ, അപ്പോൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാമെന്ന് ശ്രമിക്കും. അപ്പോൾ നമ്മൾ അത് പൊടിയൊക്കെ ഇട്ടിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പരത്തുക. നല്ല റെസിപ്പിയാണ്. ഈ കത്തിയോ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ കെയർഫുള്ളായിട്ട് വേണം പരത്താൻ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിക്കണം, തീ വളരെ കുറവായിരിക്കണം. ഞാൻ സിമ്മിലിട്ടിട്ടാണ് ചെയ്യണത്. എണ്ണ ചൂടായിട്ട് സിമ്മിലിട്ടിട്ടേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. തീരെ തീ പറ്റില്ലേ, കൂടുതൽ തീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇപ്പോൾ ഉള്ളിൽ മുഴുവൻ ഹോളായിട്ടുണ്ടാവും. ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരിയെടുക്കാം. കണ്ട, നല്ല കിലകിലേ. കണ്ട, ഹോളായിട്ട് നല്ല ക്രിസ്പായിട്ടുണ്ടാവും. എൻ്റെ ക്ലാസ്സസ് ആണ് കേട്ടോ ഇത്, എൻ്റെ ക്ലാസ്സിൻ്റെ ആഡ്സ് ആണ് ഇത്. ഒരുപാട് പേര് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ചോക്ലേറ്റ് ബിസിനസ് തുടങ്ങി, ബ്രെഡിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, കേക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുക്കീസ്, ചോക്ലേറ്റ്സ് ഇത് രണ്ടും എക്സ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇൻറ്ററാക്റ്റീവ് ക്ലാസ് ആണ്. ഇതാ കണ്ട, നല്ല ബബിള് പോലെ ഇരിക്കുന്നുണ്ട്. സോസ് കൂട്ടിയിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. വെറുതെ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് സോഫ്റ്റ് ആവും. ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതുപോലെ തന്നെയാണ്, പൊട്ടാറ്റോ ആണല്ലോ. പക്ഷേ ആ സമയത്തെടുത്ത് നല്ല കിലുകിലുണ്ടാവും, നല്ല എന്താ ക്രഞ്ചി ആയിട്ട് നല്ല ക്രിസ്പായിട്ടുണ്ടാവും. അധികം എക്സ്പെൻസീവും അല്ല. അപ്പോൾ ട്രൈ ചെയ്യും, എന്തായാലും ഇഷ്ടമാവും.
കണ്ടോ